വയൽച്ചീര അഥവാ വെള്ളച്ചീര എന്ന് പറയുന്ന ഒരു ചീര കൊണ്ടുള്ള ഒരു ഐറ്റമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് വാട്ടർ സ്പിനാച്ച്, വാട്ടർ ക്രിസ് എന്നൊക്കെ പേരുണ്ട്. അപ്പോൾ സാധാരണ ഇത് നമ്മളെ വയലുകളിലൊക്കെയാണ് കാണപ്പെടുന്നത്. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് ധാരാളമായിട്ട് വളരുന്നുണ്ട്. എന്നാൽ എല്ലാവരും ഇതൊരു കളയായിട്ടാണ് കാണുന്നത്. പല സ്ഥലങ്ങളിലും പല ചെടികളുടെയും പച്ചക്കറികളുടെയും ഒക്കെ ഇടയിൽ വളരുമ്പോൾ നമ്മളതിനെ പറിച്ച് കളയാറാണ് പതിവ്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിത് വീടുകളിൽ തന്നെ ചീരയായിട്ട് നട്ടു വളർത്തുകയും ചെയ്യും. അപ്പോൾ ഞാനിതാ കുറച്ച് വയൽച്ചീര ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഒരു 10 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ടുള്ള കുറച്ചധികം വെള്ളത്തിൽ മുക്കി വെച്ച് ഒന്ന് കഴുകി നല്ലോണം വൃത്തിയാക്കിയതിന് ശേഷം വേണം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാധാരണ വയലുകളിൽ നിന്നൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ പ്രാണികളും അതുപോലെ പുഴുക്കളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇത് കളയില്ല. ചീരകളിലെ രാജാവ് അഥവാ പോഷകങ്ങളുടെ കലവറ എന്നാണ് ഇതൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്, മുറിച്ചിടുകയല്ലേ ചെയ്യുന്നത്. നമ്മൾ ചീര തോരനല്ല വെക്കുന്നത്, നമ്മൾ ഇത് വെച്ചിട്ട് ഒരു സ്റ്റിർ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സാധാരണ ഇത് നമ്മൾ തോരനാക്കിയിട്ടാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതുപോലെ സ്റ്റിർ ഫ്രൈ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു തായ്ലാൻഡ് അഥവാ കൊറിയൻ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് ഇത് കഴിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഇതൊരു സൂപ്പിൻ്റെ ആ ഒരു ഇതുപോലെയും അതുപോലെ സ്റ്റിർ ഫ്രൈൻ്റെ രൂപത്തിലൊക്കെയാണ് നമുക്കിത് കിട്ടിയത്. അപ്പോൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് ഇത് നമ്മൾ വാട്ടർ സ്പിനാച്ചാണ് അഥവാ നമ്മൾ വയൽച്ചീരയാണെന്ന് അറിയാൻ തുടങ്ങിയത്. അപ്പോൾ കാങ്കോങ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് ധാരാളമായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുക. അതുപോലെ തന്നെ വീടുകളിൽ നമുക്കിതിൻ്റെ തണ്ട് നട്ട് വളർത്താൻ പറ്റും. പ്രത്യേകിച്ച് അധികം നല്ല വെള്ളം വേണമെന്ന് മാത്രമേ ഇതിനുള്ളൂ. അങ്ങനെ ഒരുപാട് പരിചരണമൊന്നും ഇതിന് വേണ്ട. ചെറിയൊരു കഷ്ണം തണ്ട് നട്ടാൽ തന്നെ ഒരുപാട് നമുക്കത് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മളതെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയൊരു തണ്ടാണെങ്കിൽ അതൊരു 2-3 പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചാൽ മതിയാകും. ഇനി ഇതിൽ നമ്മൾ ആ ഒരു സ്റ്റിർ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങളെന്ന് പറയുന്നത് കുറച്ച് കുഞ്ഞുള്ളി അതുപോലെ കുറച്ച് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഇതുപോലുള്ള കല്ലിലോ അല്ലെങ്കിൽ നിങ്ങൾ അമ്മിക്കല്ലുണ്ടാവുമല്ലോ അതിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചതക്കി എടുത്താൽ മതി. അപ്പോൾ മിക്സിൻ്റെ ജാറിൽ ഇടുന്നതിനേക്കാളും ഇതുപോലെ ഒന്ന് ചതക്കി എടുക്കുമ്പോഴാണ് കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. മിക്സിൻ്റെ ജാറിൽ നിങ്ങൾക്ക് തീരെ നിവൃത്തിയില്ല, കല്ലൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് പൾസ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ അതൊന്ന് ചതക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മളെ ഉണക്കമുളക് പൊടിയാണ്, അതായത് നമ്മളെ ചില്ലി ഫ്ലേക്സ്. അപ്പോൾ ഇങ്ങോട്ട് ഇല്ലെങ്കിൽ ഉണക്കമുളക് ഒന്ന് നിങ്ങൾ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി, ഒന്ന് ചതക്കിയെടുത്താൽ മതിയാകും. അപ്പോൾ ഇതും കൂടിയൊക്കെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്റ്റിർ ഫ്രൈ ആണ്. നല്ല ഗുണങ്ങളാണ് നമുക്ക് ഈ ഒരു ചീര കഴിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ബുദ്ധിശക്തിക്കും അതുപോലെ വളർച്ചയൊക്കെയുള്ള കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. ഹീമോഗ്ലോബിൻ്റെ ഒരു കണ്ടൻറ്റൊക്കെ ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഇത് നല്ലപോലെ ഒന്ന് ചതക്കിയെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് അത് ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ സാധാരണ നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ അല്ലേ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സാധാരണ ഈ ഒരു നമ്മുടെ ഒരു കൊറിയൻ റെസ്റ്റോറൻറ്റിൽ അങ്ങനെയുള്ളവരൊക്കെ സാധാരണ എടുക്കുന്നത് നമ്മളെ ഈ സൺഫ്ലവർ ഓയിലാണ്. അതുകൊണ്ട് ഞാനിത് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മളിത് ചതക്കി കൊണ്ടുവന്നത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നല്ലോണം ഇതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്നവർ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കൊളസ്ട്രോളും പ്രഷറും അതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മലബന്ധം കുറക്കാൻ വേണ്ടിയിട്ടും ക്യാൻസറിനെ ചെറുക്കാനും ഒക്കെ ഇത് വളരെ നല്ലതാണ്. യുവത്വം നിലനിർത്താനും സൗന്ദര്യം നിലനിർത്താനൊക്കെ വളരെ നല്ലതാണ് എന്നാണ് പറയപ്പെടുന്നത്. പൊതുവേ തന്നെ ചീര എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. ചീര ദിവസേന കഴിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ദിവസേന കഴിക്കുക. ഏതെങ്കിലും ഒരു തരത്തിലുള്ള ചീരയെങ്കിലും ദിവസേന കഴിക്കുക. അതുപോലെ മുരിങ്ങയില, ഏതെങ്കിലും ഒരു ഇലക്കറി നിങ്ങൾ ദിവസേന കഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ വയൽച്ചീര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റിർ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്തിട്ട് ചീര അരിയുന്ന പോലെ അരിയുന്നില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് അത് ഉടഞ്ഞ് കിട്ടും കേട്ടോ. നമ്മൾ ആ ഒരു ആവി കയറുമ്പോൾ തന്നെ പെട്ടെന്ന് വാടി കിട്ടുന്ന സാധനമാണിത്. അപ്പോൾ ഇത് ഒരുപാടുണ്ടെന്ന് വെച്ചിട്ട് വലിയൊരു പാത്രം ഒന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്നോ രണ്ടോ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നിങ്ങൾ സോട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് തന്നെ വാടി കിട്ടും. അപ്പോൾ ഇനി ഇതൊന്ന് ഒതുങ്ങി കിട്ടിയാൽ നമുക്ക് അത് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 1-2 മിനിറ്റ് ഒന്ന് ചൂട് കയറുമ്പോൾ തന്നെ അത് നല്ലോണം ഒന്ന് വാടി കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ ഇനി നമുക്കിനി ഇതിലേക്ക് കുറച്ച് ചേരുവകളും കൂടിയും ചേർക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് വാടി കിട്ടിയതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
അകാല വാർദ്ധക്യം തടയാനും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിക്കും പിന്നെ നമ്മളുടെ ഒരു കണ്ണിൻ്റെ കാഴ്ചശക്തിക്കൊക്കെ വളരെ നല്ലതാണിത്. അപ്പോൾ ഇത് ദിവസവും നിങ്ങൾ കഴിക്കാൻ പറ്റും, കഴിക്കലെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും ഈ ഒരു വയൽച്ചീര ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇതൊന്ന് വാടിക്കിട്ടുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഒരുപാട് കൂടണ്ട. അപ്പോൾ അത് ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടി നമ്മളൊരു നുള്ളു പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു സ്റ്റിർ ഫ്രൈ അല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സോയ സോസൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര തീർച്ചയായിട്ടും ചേർക്കണം, എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇതിലേക്ക് പിന്നെ ചേർക്കുന്നത് സോയ സോസാണ്. അപ്പോൾ സോയ സോസ് ഏകദേശം 1 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്നും ഒരുപാട് കൂടി പോകണ്ട, ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ സോയ സോസൊക്കെ ഒരുപാട് കൂടി പോയി കഴിഞ്ഞാൽ ഉപ്പിൻ്റെ അംശം കൂടി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ഇടുമ്പോഴും നിങ്ങളൊന്ന് സൂക്ഷിക്കണം. അപ്പോൾ ഏകദേശം എനിക്കിത് കിട്ടിയത് പെട്ടെന്ന് ഉടയുന്ന പോലത്തെ ചീരയല്ല, ചള്ള് തണ്ടല്ല കിട്ടിയത്, ഏകദേശം കുറച്ചൊരു മൂത്ത തണ്ടാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി വെള്ളം ചേർത്ത് ഞാൻ ഇത് വേവിച്ചെടുക്കുന്നുണ്ട്. കാരണം ഈ തണ്ട് കുറച്ച് മൂത്തതാണ്. അപ്പോൾ അത് ഇല വാടിക്കഴിഞ്ഞാലും തണ്ട് ഭയങ്കര ഹാർഡായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ കിടക്കും. അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം ചേർത്തിട്ട് ഞാൻ ഇതൊന്നും കൂടി കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നല്ല ചള്ള് തണ്ടൊക്കെ കിട്ടിയെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഇതുപോലെ വെള്ളം ചേർത്ത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും, 1-2 മിനിറ്റ് ഇത് ആവി കയറുമ്പോൾ തന്നെ വാടിക്കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ ഞാനിത് കുറച്ച് സമയം കൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചിട്ട് നമുക്ക് വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഇത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള കേട്ടോ നമ്മളെ വയൽച്ചീര അഥവാ വാട്ടർ സ്പിനാച്ച് വെച്ചിട്ടുള്ള നമ്മളെ സ്റ്റിർ ഫ്രൈ ഇവിടെ റെഡിയായി. നമുക്കിത് സൈഡ് ഡിഷായിട്ട് കഴിക്കാം. നമ്മൾ ചപ്പാത്തിയും അതുപോലെ തന്നെ റൈസും ഒക്കെ കഴിക്കുന്ന സമയത്ത് സൈഡ് ഡിഷായിട്ട് ഇത് കഴിക്കാം. അതുപോലെ തന്നെ നമുക്ക് വൈകുന്നേരം സ്നാക്സ് കഴിക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാം. അപ്പോൾ വളരെ നല്ല ഗുണങ്ങളുള്ളതും വളരെ ടേസ്റ്റ് ഉള്ളതുമാണ് ഇത് കഴിക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും കിട്ടുമെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മാളിൽ നിന്നോ അതുപോലെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ തണ്ട് കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീടുകളിൽ നട്ട് വളർത്തുക. അപ്പോൾ ഒരൊറ്റ കൊമ്പ് മതിയാകും ഇത് വളരാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്